ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം. എൻ്റെ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ്, ഹസ്ബൻഡും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിനിതാ ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി ഉപ്പും ഇട്ടതാ സോക്കാൻ വെച്ചിട്ടുണ്ട് ഒരു 30 മിനിറ്റ്സ്. അത് കഴിഞ്ഞപ്പോൾ ഒരു പിടി മല്ലിയിലയും ഒരു ക്വാർട്ടർ ഹാൻഡ്ഫുൾ നമ്മുടെ പുതിന ഇല, ഒരു 5 പച്ച മുളക്, പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി 1 ഹോൾ പോഡും അതിൻ്റെ ഹാഫും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ആഡ് ചെയ്തു. പിന്നെ 2 ചെറിയ പട്ട, ഒരു കാടമം, 2 ക്ലോവ്സ്, പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ നമ്മുടെ പെരുംജീരകം. ഇതൊക്കെ ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരപ്പ് റെഡിയായി. ചിക്കൻ വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് ഈ ഒരു അരപ്പ് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ എടുത്ത് ഇതും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ചോറ് വെക്കാനായിട്ട് ഇതാപ്പോൾ നമ്മുടെ ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർത്തിട്ട് ഒരു ബേ ലീഫ്, ഒരു 2 പീസ് പട്ട, 2 ക്ലോവ്സ്, 2 കാടമം എടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ അരി ഇങ്ങനെ വെള്ളം വലാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. അപ്പോൾ അരി 30 മിനിറ്റ്സ് സോക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെള്ളം ഡ്രെയിൻ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്കിപ്പോൾ ഞാൻ ഒരു 2 ഗ്ലാസ് അരിക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അരി അവിടെ വറുക്കുന്ന ഇടയിൽ തന്നെ ഇപ്പോൾ ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടാക്കി അതിൽ 2 പീസ് പട്ട, ഒരു കാടമം, 2 ക്ലോവ്സ് ആഡ് ചെയ്തു. പിന്നെ ഒരു 2 സവാള സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അവിടെ അരിയും ഇടയ്ക്ക് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അരിയിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ വെള്ളമയമൊക്കെ ഇങ്ങനെ പോയി വരണം. അപ്പോഴത്തേനും നമ്മുടെ വെള്ളം വെച്ചതും ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 3/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അരി കറക്റ്റ് വേവായിരിക്കും. അപ്പോൾ വെള്ളവും ആഡ് ചെയ്ത ശേഷം ഇനി പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യണം. പാകത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു നാരങ്ങയുടെ നീര് ജ്യൂസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നാരങ്ങയുടെ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്റ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടച്ച് അങ്ങോട്ട് കുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പം നമ്മുടെ അരി ഇവിടെ വേവട്ടെ. ഇവിടെ നമ്മുടെ സവാള ഇങ്ങനെ വഴന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഗ്രീൻ പേസ്റ്റ്, മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് അരച്ചത്, അത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ച മണമൊക്കെ പോകണം. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നതിന് ശേഷം ഒരു 4 ടൊമാറ്റോ കട്ട് ചെയ്തതാണ്, ഇതൊരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ്, ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടു ഹാഫ് ടീസ്പൂൺ കൊറിയാൻഡർ പൗഡറും അതേപോലെ തന്നെ ഗരം മസാലയും, ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഉപ്പ് നമ്മൾ കുറച്ച് ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അത് മതിയാവില്ല. അപ്പോൾ വീണ്ടും നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മിക്സിയിൽ എന്തായാലും ആ ഒരു ഗ്രീൻ പേസ്റ്റ് ബാക്കി ഉണ്ടാവും, അതിലേക്ക് വെള്ളം നന്നായിട്ട് ഒഴിച്ച് കഴുകിയെടുത്ത് ആ വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ ഉപ്പും വെള്ളവും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ പെർഫെക്റ്റ്ലി കുക്ക്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബസ്മതി റൈസാണ്. അപ്പോൾ നന്നായിട്ട് കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചിക്കനും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ മസാലയ്ക്ക് നന്നായി പിടിച്ചു, ഉപ്പും എല്ലാം നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറും ചിക്കനും ലെയർ ചെയ്ത് തുടങ്ങാം.
അപ്പോൾ ചോറയ്ക്ക് ഒരു സൈഡിലേക്ക് കുറച്ച് മാറ്റി, എന്നിട്ട് ഫസ്റ്റ് ഞാൻ ചിക്കൻ്റെ ലെയറാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ പീസസും ചിക്കൻ്റെ ആ ഗ്രേവിയും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറ് വീണ്ടും ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. ചോറ് ഈ ചിക്കനൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന പോലെ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ബട്ടർ വേണമെങ്കിൽ ബട്ടർ, ഇല്ലെങ്കിൽ നെയ്യ്. ഞാൻ ഈ പ്രാവശ്യം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറ് ഒന്നും കൂടെ സോഫ്റ്റ് ആകും. ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് ചിക്കൻ്റെ ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ ഒഴിച്ച ശേഷം നമുക്ക് ചോറിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ലെയറാക്കി എടുക്കുക. അപ്പോൾ പിന്നെ ദം ഇടാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മസാലയ്ക്ക് നമ്മുടെ ചോറിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇതാ വീണ്ടും ചോറിടുകയാണ്. എന്നിട്ട് മുകളിൽ വീണ്ടും നമ്മുടെ മല്ലിയിലയും നെയ്യും. അപ്പോൾ ഈ പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം റെഡിയായി. ഇപ്പോൾ നെയ്യും ഒഴിച്ചു. നമുക്ക് സവാള വേണമെങ്കിൽ വറുത്തത് ഈ സമയത്ത് ഇതിൻ്റെ മുളിയിടാം, നട്ട്സ് വറുത്തത് മുളിയിടാം, ഒക്കെ നല്ല ആഡഡ് ഫ്ലേവറാണ്. ഇനി ലോ ഫ്ലെയിമിൽ ഇതാ ദമ്മിൽ വെച്ചിട്ടുണ്ട്. അടിയിലൊരു വേറൊരു പ്ലേറ്റ് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇതാ അടിപൊളി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. സിമ്പിളുമാണ്, ഈസിയുമാണ്, ടേസ്റ്റിയുമാണ്.